ഹായ് ഫ്രണ്ട്സ്, സിമീസ് എന്നാൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത് ചെണ്ടുമല്ലി തൈയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ ഒരു ചെണ്ടുമല്ലി തൈ നമ്മൾ മണ്ണൊരുക്കം മുതൽ അത് നടുന്നത് വരെ ആണ് ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അപ്പോൾ ഞാൻ ചെടി നടുമ്പോൾ അടിവളമായിട്ട് ചാണകപ്പൊടി മാത്രം, പിന്നെ കമ്പോസ്റ്റ്, അങ്ങനെയുള്ള കുറച്ച് ചാണകപ്പൊടി, അപ്പോൾ ചാണകപ്പൊടി കഴിയുമ്പോൾ ബാക്കി ചെടിയിൽ കമ്പോസ്റ്റ്, അങ്ങനെ മറ്റു രണ്ടും കൂടി ഒന്നിച്ച് കൊടുത്തിട്ടില്ല. അങ്ങനെയാണ് ഞാൻ ചെടി നട്ടിട്ടുള്ളത്. അപ്പോൾ ചെടിയെല്ലാം ഇപ്പോൾ ഒരു 2 ആഴ്ചയായി ഞാൻ നട്ടിട്ട്. എല്ലാം 2 ആഴ്ച ആയിട്ടില്ല കേട്ടോ, ഇതൊക്കെ ഒരാഴ്ച മാത്രമേ ആയുള്ളൂ നട്ടിട്ട്. അപ്പോൾ ഇപ്പോൾ മഴയാണ്, അതുകൊണ്ട് തല നുള്ളേണ്ട പ്രായമായിട്ടുണ്ട്. അപ്പോൾ ഈ മഴയായതുകൊണ്ട് ഞാൻ ഇന്നേതായാലും തല നുള്ളുന്നില്ല. അപ്പോൾ ഇന്ന് 2ാം ഘട്ടം വളം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ 2ാം ഘട്ടം വളം ഇട്ട് കൊടുക്കാൻ വേണ്ടി വാങ്ങിയത് വളക്കടയിൽ നിന്ന് കമ്പോസ്റ്റ് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. ഈ വളമാണ് ഞാനിപ്പോൾ രണ്ടാമത് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. മീൽ പ്ലസ് സമ്പൂർണ്ണ ജൈവവളം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ചേർന്നിട്ടുണ്ടെന്ന് വെച്ചാൽ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ആവണക്ക് പിണ്ണാക്ക്, ഓർഗാനിക് ഫോസ്ഫറസ്, ബയോ പൊട്ടാഷ്, കൂടാതെ സൂക്ഷ്മ മൂലകങ്ങൾ എന്നിവയൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 100 ഗ്രാം വെച്ച് ഒരു ചെടിക്ക്, അങ്ങനെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് കഴിയുന്നതും വേരിന് മുട്ടാണ്ട് ഇടാൻ നോക്കാം. കുറച്ച് വേരിന് മുട്ടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെയാണ് ഞാൻ നട്ടിട്ട് 2 ആഴ്ച പ്രായമായ ചെടി. കണ്ടില്ലേ, നല്ല വളർച്ച വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചെറിയ ചെറിയ കാട് മുളച്ചിട്ടുണ്ട്, അതൊക്കെ നമുക്ക് പറിച്ചു കളയാം. ഇങ്ങനെയുള്ളതൊക്കെ നമുക്കിത് പറിച്ചു കളഞ്ഞിട്ട് നമുക്ക് ഈ വളം ഇതിൻ്റെ സൈഡിൽ മാത്രം ഇട്ട് കൊടുക്കാം. ഇതിലെന്തൊക്കെയോ മുളച്ച് വന്നിട്ടുണ്ട്, അതെല്ലാം നമുക്ക് പറിച്ച് കളയണം. എല്ലാറ്റിനും സൈഡിലേ കൂടി മാത്രം ഇട്ട് കൊടുക്കുന്നത്, ചട്ടിയുടെ സൈഡ്. ഇങ്ങനെ എല്ലാ ചെടിക്കും വളം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ മണ്ണിട്ടാൽ മാത്രമേ ഈ മണ്ണും വളവുമായിട്ട് നന്നായി മിക്സ് ആവുള്ളൂ. അതിലിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഇത് കണ്ടില്ലേ, എൻ്റെ ഈ ചെടി കണ്ടോ, ഇതൊക്കെ പുഴുക്കളും പ്രാണികളും ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഓരോ ചെടിയിലും ഇങ്ങനെ അതിൻ്റെ ഇലകളും തണ്ടുകളും ഒക്കെ തിന്ന് തീർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുഴു ഞാൻ കാണിച്ചു തരേ, കണ്ടില്ലേ, ഇതുപോലത്തെ പുഴുക്കളാണ് ഇതെല്ലാം വന്ന് തിന്ന് തീർക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, വളക്കടയിൽ നിന്ന് പറഞ്ഞാൽ നമുക്കതിന് അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു തരും. അതിന് ഞാനൊരു സ്പ്രേ ചെയ്യുന്ന ഒരു ലിക്വിഡാണ് അവരെനിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ 1 ലിറ്റർ, ഇത് 1 ലിറ്ററിൻ്റെ സ്പ്രേ കുപ്പിയാണ്. അപ്പോൾ ഈ 1 ലിറ്ററിൻ്റെ സ്പ്രേ കുപ്പിയിൽ 1 ലിറ്ററിൽ 2 മില്ലി എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 2 മില്ലി ഞാൻ ഇതിൽ ചേർത്തിട്ട് ഇതിന് നന്നായി അടിച്ചു കൊടുക്കണം, സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളെല്ലാ ദിവസവും ചെടി നോക്കണം കേട്ടോ. ചെടിക്ക് എന്തെല്ലാം പ്രാണികൾ വന്നിട്ടുണ്ടോ, ഓരോ ദിവസവും ഞാൻ ഈ ചെടി നോക്കുന്നുണ്ട്. ഇതും അതുപോലെയുള്ള കണ്ടോ, ഇതിലും പുഴു തന്നെ കണ്ട പുഴുവിനെ കണ്ട, ഈ പുഴുവാണ് എൻ്റെ ഈ ചെടിയെല്ലാം തിന്ന് തീർത്തിട്ടുള്ളത്. പുഴുവിനെല്ലാം ഇതിങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. പുഴു മാത്രമല്ല, പ്രാണികൾ, പാറ്റകൾ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് നമ്മളെല്ലാ ചെടിയും ഈ പുഴുക്കൾ തിന്നു തീർക്കും.
ഇത് കണ്ടോ, ഇത് ഞാൻ നട്ടിട്ട് 2 ആഴ്ചയായ ചെടിയാണ്. ചെടിയേ കാണാനില്ല. ഇതാ. അപ്പോൾ നമ്മൾ ഇതിന് മരുന്ന് അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ മാസ്കൊക്കെ ഇട്ടിട്ടേ ചെയ്യാതെ കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അലർജി സൈഡ് എഫക്റ്റെല്ലാം ഉണ്ടാവും. ഇതൊക്കെ തിന്നിട്ടുണ്ട് കണ്ട. ഒരാഴ്ച കൊണ്ട് മൊത്തം നശിപ്പിക്കും ഇത്, നമ്മൾ ഇത് കീടനിയന്ത്രണം അടിച്ചിട്ടില്ലെങ്കിൽ. എന്താ, ഒരുത്തം വന്നിട്ട് ഇല തിന്നാൻ വേണ്ടി വന്നതാ. ഇതൊക്കെ ഇത് അടിച്ചു കൊടുക്കണം നന്നായിട്ട്. കാരണം ഞാൻ അത്രമാത്രം സ്നേഹിച്ച് വളർത്തുന്ന ചെടിയാണ്. അപ്പോൾ അതിന് പുഴുവിനെ വിട്ടു കൊടുക്കാൻ പറ്റൂലല്ലോ. ഇതിപ്പം നമ്മൾ വളം ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ അടുത്ത ഘട്ടം ചെയ്യേണ്ടത്, ഈ വളം ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ മണ്ണ് കണ്ടില്ലേ, ഇങ്ങനെ കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. ഇത് ഞാൻ കുമ്മായം ആയിട്ട് മിക്സ് ചെയ്ത് വെച്ച മണ്ണാട്ടോ. അപ്പോൾ ഇത്ര മതി. നമുക്ക് ഇനി ഒരു പ്രാവശ്യം കൂടി നമുക്ക് മണ്ണിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ചട്ടി ഇപ്പോഴേ നിറയാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ ഇതാ ഓരോന്നിലും നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. ചട്ടി, കവറ്, ഇതിലൊക്കെ ആയിട്ടാണ് ഞാൻ നട്ടത്. ഇതുപോലെ നമുക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ ചട്ടിയിലും നമ്മൾ വളമിട്ടതിന് ശേഷം ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഇട്ട വളം മൂടത്തക്ക രീതിയിലാണ് ഇന്ന് ഞാൻ മണ്ണിട്ടിട്ടുള്ളത്. ഇതുപോലെ എല്ലാം ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി തലനുള്ളലൊക്കെ ആയിട്ട് അടുത്ത പ്രാവശ്യത്തെ വീഡിയോയിൽ വരാം. ആദ്യമേ കാണേണ്ടവർ എൻ്റെ ഇതിന് തൊട്ട് മുമ്പ് ഞാനിട്ട വീഡിയോ ഉണ്ട്, അത് കണ്ടാൽ ചെടി നടുന്ന രീതി മനസ്സിലാവും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. ഓക്കെ.